ജ്ഞാനാനന്ദമയം ദേവം നിർമ്മലം സ്ഫടികാകൃതം ആധാരം സർവവിദ്യാനാം ഹയഗ്രീവം ഉപാസ്മഹേ. വേദിയിൽ നമുക്ക് മാർഗദർശനം നൽകിക്കൊണ്ടിരിക്കുന്ന ഈ ഷഷ്ടിപൂർത്തി സമാരംഭത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച് നമുക്ക് നല്ല മാർഗദർശനം നൽകിയിരിക്കുന്ന പൂജ്യസ്വാമി ചിദാനന്ദപുരി സ്വാമി അവർകളെ, അതേപോലെ വിവിക്താനന്ദ സ്വാമി മഹാരാജ്, സച്ചിദാനന്ദ സ്വാമി മഹാരാജ്, കൃഷ്ണമയമാനന്ദ മഹാരാജ്, ശങ്കരാനന്ദ മഹാരാജ്, സുന്ദര ചൈതന്യ മഹാരാജ്, മറ്റും നമ്മുടെ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ പ്രാന്ത അധ്യക്ഷൻ മാനനീയ വിജിത്തമ്പി സാർ, മറ്റും വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ഭാരവാഹികളെ, ഈ പരിപാടിക്ക് ഇവിടെ വന്നിരിക്കുന്ന നല്ലവരായിട്ടുള്ള ഹൈന്ദവ സേനയുടെ അമ്മമാരെ, സഹോദരന്മാരെ ഏവർക്കും നമസ്കാരം. വിശ്വ ഹിന്ദു പരിഷത്ത് എന്ന സംഘടന 60 വർഷമായിട്ട് പ്രവർത്തിക്കുന്നു. ലോകം മുഴുവനും പ്രവർത്തിക്കുന്നു. എന്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു? പലരും പല വിഷയങ്ങൾ പറഞ്ഞു. പക്ഷേ ഈ സംഘടന ആരംഭിക്കേണ്ട ഒരു കാരണം 1955 നിയോഗി കമ്മീഷൻ എന്നൊരു കമ്മീഷൻ വന്നിരുന്നു. അതായത് ഭാരതത്തിൽ മതപരിവർത്തനം നടക്കുന്നതിൻ്റെ ഒരു എഫക്റ്റ് മധ്യപ്രദേശത്തിലുണ്ടായി. അന്ന് മധ്യപ്രദേശത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന രവിശങ്കർ ശുക്ല, RSS രവിശങ്കർ ശുക്ല മധ്യപ്രദേശത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് പോയപ്പോൾ അവിടുത്തെ വനവാസി സഹോദരന്മാർ രവിശങ്കർ ശുക്ല ഗോബേക്ക് എന്ന് പറഞ്ഞു, ഞങ്ങൾ ക്രിസ്ത്യാനികളാണ്, നിങ്ങൾ ഇങ്ങോട്ട് വരേണ്ടത്. ഇന്ന് നമ്മൾ സ്വാതന്ത്ര്യദിനം കൊണ്ടാടുന്ന ഒരു ദിവസമാണ്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ, 77 വർഷങ്ങൾക്ക് മുമ്പ്, ഇന്ന് 78ാമത്തെ വർഷം, പഞ്ചാബിലും സിന്ധുവിലും കാബൂളിലും ഢാക്കയിലും നമ്മുടെ സഹോദരന്മാർ അനുഭവിച്ച കഷ്ടം, അഖണ്ഡ ഭാരതം ചിന്നാഭിന്നമാക്കി എന്തൊക്കെയോ കഷ്ടങ്ങൾ അനുഭവിച്ചു. ഗാന്ധാര ദേശം പോയി, സിന്ധുദേശം പോയി, ബ്രഹ്മദേശം പോയി. അന്ന് അവിടെ മരിച്ച ഹൈന്ദവർക്കും ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ദേശഭക്തന്മാർക്കും ഇന്ന് ലോകം മുഴുവനും ചിലപ്പോൾ കഷ്ടത അനുഭവിക്കുന്ന ധാരാളം ഹിന്ദുക്കളുണ്ട്. നിങ്ങൾ ബംഗ്ലാദേശിൻ്റെ കഥയാണ് കേട്ടത് കേട്ടോ, അറിയാം നിങ്ങൾക്ക്. ഞാൻ 1 മാസത്തിന് മുമ്പ് ശ്രീലങ്കയിൽ പ്രവാസം പോയിട്ട് വന്നു. ശ്രീലങ്കയിൽ 83 മുതൽ ഇന്ന് വരെ നടന്നുകൊണ്ടിരിക്കുന്ന ഹൈന്ദവ വിവേചനം, മലേഷ്യയിൽ അവിടെ 100 കണക്കിന് വർഷങ്ങളായി ജീവിക്കുന്ന ഹൈന്ദവർ അനുഭവിക്കുന്ന കഷ്ടങ്ങൾ, ഇവരൊക്കെ 200 വർഷത്തിന് മുമ്പ് ഹിന്ദുക്കളായിരുന്ന പ്രദേശങ്ങളായിരുന്നു. എന്നാലും ഒരു വിഷയം ഓർമ്മിപ്പിക്കാൻ ഞാൻ പരിശ്രമിക്കാം. രാമായണ മാസത്തിന്റെ അവസാന ദിവസത്തിലാണ് നമ്മൾ നിന്നുകൊണ്ടിരിക്കുന്നത്. യുദ്ധകാന്ഡം കഴിഞ്ഞല്ലേ? യുദ്ധകാന്ഡം കഴിഞ്ഞ് പട്ടാഭിഷേകത്തിനുള്ള ഒരു സമയത്താണ് രാമപട്ടാഭിഷേകം നടന്ന അയോധ്യയിൽ വീണ്ടും ഹൈന്ദവ സ്വാഭിമാനത്തിൻ്റെ രാമവിഗ്രഹം പ്രതിഷ്ഠ ചെയ്തതിന് ശേഷമുള്ള ഹൈന്ദവ ഉത്ഥാനത്തിൻ്റെ ഒരു സംഭവത്തിലാണ്, ഒരു സമയത്താണ് നമ്മൾ നിൽക്കുന്നത്. ഈ റോക്കറ്റ് ലാൻഡിങ് നടക്കും, PSLV കൊണ്ടുപോകും, അത് ഭൂഗുരുത്വാകർഷണ വരയ്ക്കും കൊണ്ടുപോകും, ഭൂമിയുടെ ആകർഷണ വലയം വരയ്ക്കും. അതിനുശേഷം അത് തീരെ വരും. അതേപോലെ 60 വർഷം കഴിഞ്ഞതിന് ശേഷം ഇത് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ 2ാമത്തെ പ്രയാണമാണ് ലക്ഷ്യത്തിലേക്ക്. കാരണം കഴിഞ്ഞ 30-35 വർഷങ്ങളായിട്ട് രാമജന്മഭൂമിക്ക് വേണ്ടി നിരന്തരം പോരാട്ടങ്ങളും എന്തെല്ലാം കഷ്ടതകളും അനുഭവിച്ച ഒരു സംഘടനയുടെ പ്രവർത്തകരുമാണ്. ആ വിജയത്തിന്റെ സാക്ഷികളായിട്ട് ലോകം മുഴുവനുമുള്ള 80-ൽ അധികം രാജ്യങ്ങളിലുള്ള ഹിന്ദുക്കൾ ഒന്നിച്ചു ചേർന്ന് 110 ചാർട്ടർ വിമാനങ്ങളിൽ ഭാരതത്തിലെ പ്രമുഖ വ്യക്തികൾ വന്ന് ആ രാമന്, അയോധ്യയിൽ മര്യാദാ പുരുഷോത്തമൻ രാമന് ക്ഷേത്രം നിർമ്മിച്ച ആ സംഘടനയുടെ വീരന്മാർ അടുത്ത ഘട്ടത്തിലേക്ക് പോവുകയാണ്.
ലോകം മുഴുവനും പല സിസ്റ്റങ്ങളുണ്ട്. പക്ഷെ കേരളത്തിൽ എന്താ നമ്മൾ വെച്ചേക്കുന്നത്? നവഭാരത കേരളം നല്ല ഭാരതമാകണം, നല്ല കേരളമാകണമെങ്കിൽ ആധ്യാത്മികതയാണ് ഇതിൻ്റെ അടിസ്ഥാനം. ശങ്കരൻ അദ്വൈത ആചാര്യൻ, ശ്രീനാരായണ ഗുരുദേവൻ, ചട്ടമ്പിപ്പൊൻ തിരുപ്പാദങ്ങൾ ഈ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് എത്ര 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 നല്ല കാര്യങ്ങളാണ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഇവിടെ പൂന്താനത്തിന്റെ ജ്ഞാനപ്പാന നമുക്കറിയില്ലേ, എത്രയെത്ര വിഷയങ്ങൾ അതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോ വിശ്വഹിന്ദു പരിഷത്ത് എടുത്തിരിക്കുന്ന പ്രധാനം നമുക്ക് 3 വാക്യങ്ങളുണ്ട്. ധർമ്മോ രക്ഷതി രക്ഷിത, സംസ്കൃതി, സേവ, സുരക്ഷ. ഈ നാട്ടിൻ്റെ ഈ സംസ്കൃതിയെ നമ്മൾ രക്ഷിക്കുക. ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ പ്രൊട്ടക്ട്, പ്രൊപ്പഗേൻഡ് ആൻഡ് പ്രാക്ടീസ്. ഞാൻ ആദ്യം വരാം, പ്രാക്ടീസിലേക്ക് വരാം. പ്രാക്ടീസ് ഹിന്ദുധർമ്മ. ഹിന്ദുധർമ്മം നമ്മുടെ ജീവിതത്തിൽ വരണമെങ്കിൽ നമുക്ക് ഹിന്ദുധർമ്മം എന്തെന്ന് അറിയണമെങ്കിൽ അത് എവിടെ ആരംഭിക്കേണ്ടത്? നമ്മളെ വീടുകളിലാണ്. സ്വാമിജി പലതവണയും പറഞ്ഞിട്ടുണ്ട്, സന്ധ്യാനാമം നമ്മുടെ വീടുകളിൽ എത്രയെത്ര യുഗങ്ങളായിട്ട് ഇല്ല, എത്രയെത്ര കാലങ്ങളായിട്ട് ഈ പൂജയും ഹോമവും അഗ്നിമീളെ പുരോഹിതം എന്ന് പറഞ്ഞ ആ കാലഘട്ടം ഋഗ്വേദം മുതൽ സന്ധ്യാനാമം, സന്ധ്യയ്ക്ക് തിരികൊളുത്തി അവരവരുടെ രീതിയിലുള്ള പൂജകൾ ചെയ്ത കാലഘട്ടത്ത് ആ വീടുകളിൽ നിന്ന് അതില്ല. അതുകൊണ്ട് വിശ്വഹിന്ദു പരിഷത്ത് കുടുംബ പ്രബോധൻ അതിനു വേണ്ടിയിട്ട് അടിസ്ഥാനമായിട്ടുള്ളത് അമ്മമാരും സഹോദരിമാരുമാണ്. മാതൃശക്തി ദുർഗാവാഹിനിയാണ്. അതിനു വേണ്ടിയിട്ട് നമ്മുടെ വീടുകളിലും ആ പ്രദേശത്തുള്ള കൊച്ചുകുട്ടികൾ മുതൽ, സ്വാമിജി പറഞ്ഞു അഡോളസൻസിന് എന്താ പ്രശ്നമെന്ന്. ഞാൻ 2 ദിവസം കൊണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ചുറ്റി വരിക. അവരെ വരുന്ന സംഖ്യ ഒന്ന് നോക്കിയാൽ ഒന്നുകിൽ വയസ്സായവര്, അല്ലെങ്കിൽ സ്ത്രീകള്, അല്ലെങ്കിൽ യുവതികള്. ആ പ്രപ്പോർഷനിൽ യുവാക്കളില്ല. സ്വാമിജി പറഞ്ഞൊരു ഉദ്ദേശം അതാ. അപ്പോ ഏത് പുരുഷശക്തി, യുവശക്തിയാണോ ഈ സമാജത്തിന് സംരക്ഷിക്കേണ്ടത്, അവർ ഈ സമാജത്തിന് വിമുഖരായി നിൽക്കുകയാണ്. അവിടെയാണ് ബജരംഗദളിന്റെ, വിശ്വഹിന്ദു പരിഷത്തിന്റെ ബജരംഗദൾ ചെയ്യുന്ന പ്രവർത്തനം. ശക്തി ഉപാസന, ഹനുമാൻ ചാലിസ, ആ ഹനുമാന്റെ മനോരമ ജപം, മാരുതതുല്യ വേഗം, ആ ശക്തി ഉപാസനയുടെ ഒരു രൂപമാണ് നമ്മുടെ ചിരഞ്ജീവിയായിട്ടുള്ള ഹനുമാന്റെ ഉപാസന. അത് നമ്മൾ പറഞ്ഞു. പക്ഷേ വിശ്വഹിന്ദു പരിഷത്ത് അത് വീണ്ടും ഓർമ്മപ്പെടുത്തുന്നതാണ്. എങ്ങനെയാണോ ഒരു കാര്യസാധ്യതയ്ക്ക് വേണ്ടി എല്ലാവരും പരിശ്രമിക്കുമ്പോൾ ലങ്കയിലേക്ക് കടൽ കടക്കാനെ കൊണ്ട് ആർക്കും സാധിക്കില്ലെന്ന് പറഞ്ഞ ഒരു മൂലയിൽ നിന്ന് ഹനുമാന്, ജാംബവാൻ എങ്ങനെയാണോ പൂർവ്വചരിത്രം പറഞ്ഞു കൊടുത്തത്, അതേപോലെ വിശ്വഹിന്ദു പരിഷത്ത് മഹോന്നതമായ ഹിന്ദുധർമ്മത്തിന്റെ വിശാലമായിട്ടുള്ള സാധനകളും സാധ്യതകളും അഭിമാനപൂർവ്വമായിട്ടുള്ള വിഷയങ്ങളും പഠിപ്പിക്കുകയാണ്. എത്രയെത്ര ലോകങ്ങളിലുള്ളവർ, എത്ര ലോകം എന്ന് വെച്ചാൽ നാടുകളിലുള്ളവര് ഹിന്ദുധർമ്മത്തിനെ ഇന്ന് സ്വീകരിക്കുന്നതിന് കാരണം അതിൻ്റെ ആഴമാണ്. അതുകൊണ്ടാണ് വിശ്വഹിന്ദു പരിഷത്ത് പറയുന്നത്, നിങ്ങൾ ഹിന്ദുക്കളാണെന്ന് പറയുമ്പോൾ സനാതന ധർമ്മത്തിന് വിശ്വഹിന്ദു പരിഷത്ത് പറയുന്നു, ഭാരതീയ ഋഷി സംപ്രോക്താൻ യോ പ്രോക്താൻ സനാതനൻ. ഈ ഭാരതീയ സംസ്കൃതി എന്ന് പറയുന്നത് ഋഷീശ്വരന്മാരുടെ തപസ് മൂലം കണ്ടുപിടിച്ചു കൊടുത്തതാണ്. അത് വേദത്തിൽ പറഞ്ഞത്, അത് സദാശിവ സമാരഭ്യ ശങ്കരാചാര്യ മധ്യമോ എന്നല്ല, രമണനോ എല്ലാ സ്വാമികളും, സിദ്ധർ, ജ്ഞാനികൾ, യോഗികൾ, തപസ്സികൾ അത്രപേരും കണ്ട എല്ലാ ദർശനങ്ങളും ആരൊക്കെ പ്രാർത്ഥിച്ച് ചെയ്യുന്നു അവരൊക്കെ ഹിന്ദുക്കളാണ്. പക്ഷെ ഇന്നൊരു വിഷയം വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അസ തോമ സദ്ഗമയ. എല്ലാവർക്കും മനസ്സിലായിരിക്കും. അസ തോമ അതെവിടെ ആരംഭിക്കുന്ന അറിയോ? മുസ്രീസിൽ ആരംഭിക്കുക, കൊടുങ്ങല്ലൂരിൽ ആരംഭിക്കുക. അപ്പോ ഈ അസതോമ സദ്ഗമയെ ഈ കൊടുങ്ങല്ലൂർ മുസ്രീസില് ഒരു റിസർച്ച് ചെയ്ത് ഇവിടെയാണ് തോമ വന്നത്. അതുകൊണ്ട് ഈ അസ തോമ സദ്ഗമയ, പഞ്ചകായായ നമഃ, പുരുഷോത്തമായ നമഃ ഒക്കെ ആരെയാ പറയുന്നത്? യേശുക്രിസ്തുവിനെ പറയണത്. തമിഴ്നാട്ടിൽ പോയാലേ മുരുകനാണ് ഇപ്പൊ യേശുക്രിസ്തു. മേരിയുടെ കയ്യിൽ മുരുകൻ ഇരിക്കും. ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. അതായത് നിയോഗി കമ്മീഷൻ മതമാറ്റം, ഭാരതത്തിന്റെ വിഭജനം, ഹിന്ദു സമാജം മതം മാറിപ്പോയത് കൊണ്ട് എവിടെയാണോ കോസല രാജ്യം വരുന്നത്, എവിടെയാണോ കേകയം വരുന്നത്, ഇന്നത്തെ സിറിയ, ഇന്നത്തെ അഫ്ഗാനിസ്ഥാൻ, ഗാന്ധാരദേശം. കാരണം എന്താ? അവിടെ ജനങ്ങളുണ്ട്, ഭൂമിയുണ്ട്, പക്ഷെ ആ സംസ്കൃതി ഇല്ല.
വിശ്വഹിന്ദു പരിഷത്ത് ഈ സംസ്കൃതിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ സംസ്കൃതിക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം കുടുംബങ്ങൾ മുതൽ ആരംഭിച്ച് ബാലസംസ്കാര കേന്ദ്രം മുതൽ അമ്മമാർക്കും വിദ്യാർത്ഥികൾക്കും എല്ലാവർക്കും ഉള്ള പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ വിഷയം അതുകൊണ്ടാണ് പറഞ്ഞ പ്രാക്ടീസ് ഹിന്ദു ധർമ്മ. പ്രാക്ടീസ് ഹിന്ദു ധർമ്മം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയണം. സ്വാമി പറഞ്ഞു, ചിന്മയാമിഷൻ സ്വാമി, എന്തുകൊണ്ടാണ് ലൗകികാതെ നടക്കുന്നത്? ഞാൻ ശ്രുതിയെ കണ്ടു, അല്ലയെ കണ്ടു, എല്ലാ ഈ പുസ്തകങ്ങൾ എഴുതിയ കാസർഗോഡ് അത്ര പേരെയും കണ്ടു ഞാൻ. കാരണം എന്താ? നമ്മുടെ വീട്ടില് നമ്മൾ എന്താ പറഞ്ഞു കൊടുക്കണേ? പൂജാരിമാർക്ക് പോലും ഭക്തിയില്ല. കല്ല് കഴിവുന്ന ജോലിയാ, വേറെ ഒരു പണിയും കിട്ടാത്തതുകൊണ്ട്. കാരണം എന്താ? വേദം എന്താണെന്ന് അറിയില്ല, ഉപനിഷത്ത് എന്താണെന്ന് അറിയില്ല, മന്ത്രം എന്താണെന്ന് അറിയില്ല. കാരണം എന്താ? പഠിപ്പിക്കാനോ പഠിക്കാനോ ഉള്ള ആളുകളില്ല. അതുകൊണ്ട് വിശ്വഹിന്ദു പരിഷത്ത് വേദം സംസ്കൃതി സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള പ്രവർത്തനം നടക്കുന്നത് മാത്രമല്ല, പൂജാരികൾക്ക് പ്രശിക്ഷണം കൊടുക്കാനുള്ള കേന്ദ്രങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പൂജാരി എന്ന് പറയുന്ന ആള് ഒരു സൈക്കോളജിസ്റ്റാണ്. ഒരു ഉദാഹരണം പറയാം. ഇവിടെ എനിക്ക് സ്വാമിമാർക്ക് ചിലപ്പോൾ അറിയാം. വിശ്വഹിന്ദു പരിഷത്തിന്റെ ഇന്റർനാഷണൽ കാര്യങ്ങൾ നോക്കുന്ന സ്വാമി നമ്മുടെ വിജ്ഞാനാനന്ദ സ്വാമി. വിജ്ഞാനന്ദ സ്വാമി ഖരഗ്പൂർ IIT സ്റ്റുഡന്റ്. അദ്ദേഹത്തിന് ഒരു മിത്രമുണ്ട്, നേപ്പാളിയാണ്. നേപ്പാളിലുള്ള കമ്മ്യൂണിസ്റ്റാണ്. അയാള് അമ്മയും സഹോദരന്മാരൊക്കെ ഉണ്ട്, എല്ലാ സ്ഥലത്തും പോകും. അവർ നേപ്പാളിയാണ്. ഒരു ദിവസം ഇദ്ദേഹത്തിന് വിജ്ഞാനാനന്ദ ഫോൺ ചെയ്യാം, എവിടെയുണ്ടെന്ന് പറഞ്ഞ്. ഞാൻ കാഠ്മണ്ഡിലുണ്ട്, നിങ്ങളൊന്ന് വന്നേക്ക്. എവിടെ വരണം? കാഠ്മണ്ഡില് പശുപതിനാഥ ക്ഷേത്രത്തിൽ വന്നു. എന്തോടാ നിനക്ക് എന്തുണ്ടായി? എന്തായാലും ലൂസായെന്ന്. നീ അവിടെ വാ, പറഞ്ഞുതരാമെന്ന് പറഞ്ഞു. അവിടെ വന്നാല് ഇയാളെ അച്ഛനും അമ്മയും ഇനിയൊരു സഹോദരനും ഇവരൊക്കെ ഫോറിൻ കൺട്രീസിലാണ്. വർഷത്തിൽ ഒരു ദിവസം വന്നാല് ഈ ശ്രാവണ മാസത്തില് 7 ദിവസം 10 ദിവസം ഈ കാഠ്മണ്ഡിലുള്ള പശുപതിനാഥ ക്ഷേത്രത്തിൽ പോയി എല്ലാ പൂജകളും നടത്തി. എല്ലാ വിഷയം നടത്തി കഴിഞ്ഞാൽ ഈ കമ്മ്യൂണിസ്റ്റ് ഫിലോസഫിയുള്ള ഈ IIT ഖരഗ്പൂറിന്റെ വിജ്ഞാനി പറയുകയാണ്, എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒരു വർഷം ഒരു പ്രശ്നമില്ല, അവർ മാനസിക ഒരു സന്തോഷമാണ്. ഇവിടെയാണ് നമ്മുടെ പൂജയും പുരസ്കാരവും നടത്തുമ്പോൾ അവിടെ ഒരു പൂജാരിയോ അർച്ചക്ക് പുരോഹിതനാണ്, മറ്റവർക്ക് വേണ്ടിയിട്ട് പൂജ ചെയ്യുമ്പോൾ അവർക്ക് സന്തോഷം കൊടുക്കണം. ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. ഇന്നത്തെ സ്ഥിതി എന്താണ്? അപ്പൊ വിശ്വഹിന്ദു പരിഷത്ത് ശാസ്ത്രം, ആചാരാനുഷ്ഠാനം, ആചാര സംഹിത കാലദേശ പരിസ്ഥിതിക്കനുസരിച്ച് സൃഷ്ടിക്കാനും ചിന്തിക്കാൻ വേണ്ടിയിട്ട് പല പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. വരുന്ന കുംഭമേള, പ്രയാഗ കുംഭമേള, മാഘ കുംഭമേള, ഇംഗ്ലീഷ് തീയതിയിൽ പറയുകയാണെങ്കിൽ 2025 ഫെബ്രുവരി മാസം ആദ്യ ആഴ്ചകളിൽ ശിവരാത്രിക്ക് മുമ്പ് അവിടെ ഇതിനുള്ള വിദ്യുത് സദസ് ഉണ്ടാകും. വിശ്വഹിന്ദു പരിഷത്തിന്റെ വിദ്യുത് സദസ്സുണ്ട്. അതിൽ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പൊ ചോദിക്കാം, കേരളത്തിൽ എന്താ നടക്കുന്നത്? വിരലിനൊറ്റ വീക്കോലേ ചെയ്യാൻ സാധിക്കും. പക്ഷെ അതിനുള്ള പ്രവർത്തനം നടക്കുന്നുണ്ട്. ഇന്ന് ഭാരതത്തിൽ 9 സർവകലാശാലകളില് മാസ്റ്റേഴ്സ് ഡിഗ്രി, PhD ഹിന്ദു സ്റ്റഡീസിന് വേണ്ടിയിട്ട് വിശ്വഹിന്ദു പരിഷത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. JNUവിൽ PhD വരെ ചെയ്യാനുള്ളതും നെറ്റ് അതേപോലെ റിസർച്ചിലുള്ള എല്ലാ വ്യവസ്ഥകളും ഈ വിശ്വഹിന്ദു പരിഷത്ത് ഹൈന്ദവ സ്റ്റഡീസിന് വേണ്ടിയിട്ട്. എന്നാൽ ക്രിസ്ത്യാനിക്ക് പഠിക്കാനുള്ള സബ്ജക്റ്റ് ഉണ്ട്, മുസ്ലിമിനുണ്ട്, ബുദ്ധിസ്റ്റ് സ്റ്റഡി ഉണ്ട്. ഒരാൾ ഹിന്ദു സ്റ്റഡീസിന് പോകണമെങ്കിൽ എവിടെ പോവുക? ഞാനിവിടെ ധാരാളം ബോർഡുകൾ കണ്ടിട്ടുണ്ട്. ഇവിടെ ഗുരുവായൂരിലെ ചുറ്റും ക്ഷേത്ര ധ്യാനം ഒക്കെ പറഞ്ഞിട്ട് നമ്മളത് ഒന്ന് റിസർച്ച് ചെയ്യേണ്ടതാണ്. അതേപോലെ ലോകം മുഴുവനുമുള്ള ഹിന്ദു അക്കാഡമീഷ്യൻസിന് ഒന്നായി ചേർത്ത് വേൾഡ് അസോസിയേഷൻ ഓഫ് ഹിന്ദു അക്കാഡമീഷ്യൻസ്. അതിന്റെ പിന്നണി എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ സംസാരിക്കുമ്പോൾ പറഞ്ഞിരുന്നു, ഹൈന്ദവത്തിനെ ഡിസ്മാൻഡിലിംഗ് ഹൈന്ദവ എന്ന് ലോകത്തിലെ ക്രിസ്ത്യാനികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം. അതിന് എങ്ങനെയാണ് നമ്മൾ അഭിസംബോധന ചെയ്യുന്നത്, എങ്ങനെയാണ് നേരിടുന്നതെന്ന് പറഞ്ഞിട്ട് PhD ബിരുദം നേടിയിട്ടുള്ള ആളുകളെ ഒന്നിപ്പിച്ച് ചേർത്ത് അതിനൊരു സംഘടന ഉണ്ടാക്കി. അതിന്റെ പിന്നിലാണ് ഓസ്ട്രേലിയയില് സ്വസ്തിക്കിനെ ബാൻ ചെയ്യണമെന്ന് പറഞ്ഞ് മെൽബോണില് സഭയിൽ അവരുടെ അസംബ്ലിയിൽ പാസ് ചെയ്തപ്പോൾ ഈ പ്രഗത്ഭരായിട്ടുള്ള ആളുകള് സ്വസ്തിക്ക് ഹിന്ദുക്കൾക്കുണ്ട്, ജൈനന്മാർക്കുണ്ട്, ബുദ്ധിസ്റ്റുണ്ട്, സിഖുകാർക്കുണ്ട്, എല്ലാവരും ചേർന്ന് ഇതിന്റെ പിന്നിലുള്ള രഹസ്യത്തിനെ പറഞ്ഞു കൊടുത്തു. അതേപോലെ ലോകം മുഴുവനും പോയിട്ടുള്ള ഹിന്ദുക്കളുണ്ട്. അവർ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഒരു അസോസിയേഷൻ, ഹോട്ട, ഹിന്ദു ഓർഗനൈസേഷൻസ് ആൻഡ് അസോസിയേഷൻ ഓഫ് ടെമ്പിൾസ്, ഇവരെയൊക്കെ ഒന്നിച്ച് ചേർത്ത്, നിങ്ങൾക്ക് ആർക്കെങ്കിലും അമേരിക്കയിലോ ഇംഗ്ലണ്ടിലോ കാനഡയിലോ ഒക്കെ മിത്രങ്ങളുണ്ടെങ്കിൽ അവർ ആഴ്ചയിൽ ഒരു തവണ ഒന്നിച്ച് ചേരും. കുട്ടികൾക്ക് അവർക്ക് വേണ്ട എല്ലാ പാഠങ്ങളും പഠിപ്പിക്കും. മുതിർന്നവർക്ക് ഒരു ദിവസം എല്ലാവരും ഒന്നിച്ച് ചേരും. എനിക്കൊരു അനുഭവം ഉണ്ടായി. ഞാനൊരു വീട്ടിൽ പോയിരുന്നു.
അപ്പോ അമേരിക്കയിൽ നിന്ന് വന്ന പേരക്കുട്ടികള് വിഷ്ണു സഹസ്രനാമം പറയാ. ഇവർക്ക് വിഷ്ണു സഹസ്രനാമം അറിയില്ല, ഒരു സഹസ്രനാമം അറിയില്ല. എന്നിട്ട് പറയാണ് അമേരിക്കയിൽ പോയിട്ട് ഒരു പഠിച്ചിട്ട് വന്നു. നമ്മുടെ നാട്ടിലൊരു പഴക്കമുണ്ടല്ലോ, ഇവിടെ എന്ത് പറഞ്ഞാലും അതിന് വിലയില്ല, പുറത്തുനിന്ന് വന്നാലേ വിലയുള്ളൂ. കാരണം ഞാൻ പറയാണ്, ഭാരതത്തുനിന്ന് പുറത്തു പോയിട്ടുള്ള ഹൈന്ദവ സഹോദരന്മാരെ, ലോകത്തിന് മുന്നിൽ നിങ്ങൾ ഹൈന്ദവ സാംസ്കാരിക നേതാക്കന്മാരാണ്, ഹൈന്ദവം എന്താണെന്ന് ലോകത്തിന് പഠിപ്പിക്കേണ്ടവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ലോകം മുഴുവനുള്ള ജനങ്ങളെ ഒന്നിപ്പിച്ചിരിക്കുകയാണ്. ഞാനിപ്പോൾ ബംഗളൂരിലാണ് എൻ്റെ കേന്ദ്രം. ഞാനൊരു വീട്ടിൽ പോയി. ആ വീട്ടിലുള്ള പെൺകുട്ടി ഫ്രാൻസിൽ പഠിക്കാൻ പോയിരിക്കാം. എന്താ സബ്ജക്റ്റൊക്കെ വേണ്ട. ഞാൻ ചോദിച്ചു, നിനക്കൊരു പണി തരാൻ പോവാണെന്ന്. എന്താ ചേട്ടാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നീ അവിടെ നിന്റെ കൂടെ പഠിക്കുന്ന കുട്ടികൾക്ക് ഹൈന്ദവത്തിനെ കുറിച്ച് എന്നൊന്ന് പറയാതാ, ഭാരതീയ കൾച്ചർ, യു ടോക്ക് ഇൻ ഇംഗ്ലീഷ്, വാട്ട് ഈസ് മീൻ ബൈ കൾച്ചർ, കൾട്ടിവേറ്റഡ് നേച്ചർ ഈസ് കോൾഡ് കൾച്ചർ, അങ്ങനെ ഇങ്ങനെ അവരുടെ ഭാഷയിലൊക്കെ പഠിപ്പിച്ച് ഇപ്പൊ അതെന്നറിയോ, ഇവളെ പോലെ ഈ സാരി ഉടുക്കാൻ പഠിപ്പിക്കുക, പൊട്ടിടാൻ പഠിപ്പിക്കുക, തല പിന്നി വയ്ക്കാൻ പഠിപ്പിക്കുക. നമ്മളെ നാട്ടിലാണെങ്കിൽ പെൺകുട്ടികളൊക്കെ മുടി അഴിച്ചിട്ടിട്ട് എങ്ങനെ പോവാ, എപ്പോഴാ മുടി അഴിച്ചിട്ട് ആടുന്നതൊക്കെ അറിയാം. അപ്പോ ഭാരതത്തുനിന്ന് പുറത്തു പോയിട്ടുള്ളവർ വിശ്വ ഹിന്ദു പരിഷത്ത് ഓരോ ക്ഷേത്രങ്ങളിലും പോയി അവിടുത്തെ എല്ലാ ആളുകളെയും കണ്ടുപിടിച്ച് നമ്മളൊന്നാണ്. ഇന്ന് ബംഗ്ലാദേശിൽ നടക്കുന്ന സംഭവങ്ങൾക്ക് പ്രതിഷേധം ലോകം മുഴുവനും സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭാരതത്തിൽ വലിയ രീതിയിൽ ഇലക്ഷൻ സമയത്ത് പറഞ്ഞു, മോദി ഗവൺമെന്റ് വന്നാൽ ഭാരതം കത്തുമെന്ന് പറഞ്ഞു. അതിനു വേണ്ടിയിട്ടുള്ളൊരു വെടിയാണ് കൊളുത്തിവിട്ട് നോക്കിയത്. ഇവിടെ എവിടെയെങ്കിലും ഒരു സംഭവം ഉണ്ടായാൽ ഉടനെ പെരുമ്പാവൂരിൽ നടക്കും, ചാവക്കാട് നടക്കും, അരിയും മലരും വെച്ചോളൂ എന്ന് പറഞ്ഞവരല്ലേ. പക്ഷെ ഇവിടുത്തെ കേരളത്തിലുള്ളവർ എന്താ ചെയ്യുന്നത്? ഞാൻ രാഷ്ട്രീയത്തിലേക്ക് കടക്കുന്നില്ല. എവിടെ വരയ്ക്കും ഹിന്ദുവിന്റെ വീട്ടിനകത്ത് എവിടെ വരെ ഇസ്ലാം വന്നു എന്ന് പറഞ്ഞു. നിങ്ങൾക്കൊക്കെ ഒരു മന്ത്രിയുടെ പേര് ഓർമ്മയുണ്ടാവും, ആര്യാടൻ മുഹമ്മദ്. അയാൾ നിലമ്പൂരിന്റെ MLA ആയിരുന്നു. കാരണം എന്തെന്നറിയോ, മലപ്പുറം ജില്ലയിൽ നിലമ്പൂര കുറച്ച് ഹിന്ദുക്കൾ ഭൂരിപക്ഷം. അവിടെ എന്നും മുസ്ലിം ലീഗ് നിൽക്കത്തില്ല, കോൺഗ്രസിൽ ഒരു മുസ്ലിം നിൽക്കും. ആ ആര്യാടൻ മുഹമ്മദ് ഒരു 5-6 വർഷം മുന്നേ മരിക്കുന്നതിന് മുമ്പ് ദുബായിൽ പോയി സംസാരിച്ച ഒരു സ്പീച്ചുണ്ട്. നിങ്ങൾ യൂട്യൂബിൽ പോയിട്ട് ആര്യാടൻ മുഹമ്മദ് എന്ന് തട്ടിയാലെ കൊണ്ട് ആ സ്പീച്ച് കിട്ടും. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എല്ലാവരും ആരെങ്കിലും കേട്ടിട്ടുണ്ടോ അവിടെ ഇരിക്കുന്നവര്? എസ്ആർനോ? ആ, ധാരാളം പേര് കൈകൊടുക്കുന്നു. എന്താ, നിന്റെ ഉപ്പാന്റെ ഉപ്പാന്റെ ഉപ്പാനും എന്റെ ഉപ്പാന്റെ ഉപ്പാന്റെ ഉപ്പാനും ആരായിരുന്നടോ? ഹിന്ദുക്കളായിരുന്നു. 1921 തുർക്കിയിലെ ഖലീഫയ്ക്ക് വന്ന പ്രശ്നത്തിന് എന്താ മലപ്പുറത്ത് വന്ന പ്രശ്നം? ആ 1921 ലഹളകള്, കൊല, ഇന്നത്തെ ബംഗ്ലാദേശിൽ നടക്കുന്ന സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരൻ സഹോദരിമാരെ, 1921 എടുത്ത വാള് ഞങ്ങൾ അറബിക്കടലിൽ എരിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഹിന്ദു യുവാക്കൾ, ഹിന്ദു സമാജവും അതിന് ഉത്തരം പറയാനോ കൊണ്ട് തയ്യാറാകുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ തലയിൽ വൈദേശിക സിദ്ധാന്തം കയറിയിരിക്കുകയാണ്. അല്ലെങ്കിൽ ഭീഷ്മാചാര്യർ പറയാല്ലേ, പല ആളുകൾ അവന്റെ ഭക്ഷണം കഴിച്ചതുകൊണ്ട് രക്തത്തിൽ ആ അവസ്ഥയായി പോയി. ആ മുഴുവൻ രക്തവും പോയപ്പോ, ശരീരം ശൂന്യമായപ്പോ ആ ഭീഷ്മന്റെ ഭാഗത്തുനിന്ന് വിഷ്ണു സഹസ്രനാമം വരുന്നത്. അതുകൊണ്ട് ഇവിടത്തെ, ഞാൻ ഉടനെ എല്ലാവരുടെ വൈദേശിക ചിന്തയിൽ രക്തം പോകണമെന്ന് ഞാൻ പറയത്തില്ല, അവരുടെ രക്തശുദ്ധി നടത്തണം. ചിലപ്പോൾ ഡയാലിസിസ് ചെയ്യേണ്ടി വരും. അതിനുവേണ്ടി വിശ്വ ഹിന്ദു പരിഷത്ത് കേരളത്തിന്റെ ചരിത്രം നോക്കുമ്പോൾ ഇവിടുത്തെ ഹിന്ദു സമാജത്തിന്റെ ജനസംഖ്യയെ കുറിച്ച് പറയും. അപ്പൊ ഹിന്ദു കുടുംബങ്ങളെ സംരക്ഷിക്കേണ്ടതുണ്ട്. കുടുംബ പ്രബോധൻ. ഞാൻ എല്ലാ സ്ഥലത്ത് പോയാലും കോർട്ടിൽ ജോലി ചെയ്യുന്ന ജഡ്ജസിനെയോ അല്ലെങ്കിൽ അഡ്വക്കേറ്റ്സിനെയോ എല്ലാം കണ്ടുപിടിച്ച് ചോദിക്കും, നിങ്ങളെ കോർട്ടിൽ, കുടുംബ കോർട്ടിൽ എത്ര ഡൈവേഴ്സ് കേസാണ്? ഞാൻ 1 മാസത്തിന് മുമ്പ് ബൽഗാമിൽ പോയിരുന്നു. അവിടെ ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞതിന് ശേഷം അടുത്ത സെക്ഷൻ മുമ്പ് കോർട്ടിൽ, അവിടുത്തെ ഹാളില് ലേഡി അഡ്വക്കേറ്റ്സിന്റെ മീറ്റിംഗ് ആയിരുന്നു. ഞാൻ ഈ ചോദ്യം ചോദിച്ചപ്പോൾ അവരിങ്ങനെ നോക്കിയ, മാറി മാറി ചോദിക്കുക, ഏനുപ്പാ എല്ലിത് അങ്ങനെ ആരംഭിച്ച് പറയണം. 99% ഹിന്ദുക്കളാ. 35 വയസ്സിന് 40 വയസ്സിന് ഇടയിലുള്ളവരാ. കയ്യിലൊരു കുട്ടിയുണ്ടാവും, പഠിച്ചവരാ. ഡൈവേഴ്സ്. മാംഗല്യം തന്തുദാനേന മമ ജീവന എന്നൊക്കെ പറഞ്ഞിട്ട്, സത്യവാനും സാവിത്രിയെ കുറിച്ചൊക്കെ സംസാരിച്ചിട്ട്, കാർത്തിയായനി വ്രതം നോക്കിയവരൊക്കെ പറഞ്ഞിട്ട്, എന്തുകൊണ്ട് ഈ അവസ്ഥ നമ്മുടെ നാട്ടിലുണ്ടായി?
2 മാസത്തിന് മുമ്പ് ബംഗളൂർ ഇന്ത്യൻ എക്സ്പ്രസ് എഡിഷൻ ഇൻ ബംഗളൂർ 45,000 ladies in the age of above 35 is unmarried in the software area and living together PG. കാരണം എന്താ? ഡിങ്കു ഫാമിലിയാണ് ഒരു കണത്ത്, ഡബിൾ ഇൻകം, നോ കിഡ്സ്, അല്ലെങ്കിൽ എന്താ ലിവിങ് ടുഗദർ. ഇതിനൊക്കെ പറഞ്ഞ് സാക്ഷീകരിക്കാൻ വേണ്ടിയിട്ട് ഹൈന്ദവ ധർമ്മത്തിന്റെ ആചാരമായിരിക്കുന്ന ആശ്രമധർമ്മങ്ങളിൽ ഗൃഹസ്ഥാശ്രമ ധർമ്മത്തിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പാശ്ചാത്യ രോഗം പറയുകയാണ്. നമ്മൾ ശിവകുടുംബം എന്നൊക്കെ പറയും, ശിവനും പാർവതിയും ഗണേശനും ഒക്കെ പറയും. നമ്മുടെ ദേവതമാരെല്ലാം റിലേറ്റീവ്സ് ആണ്, കുടുംബസമേതരാണ്. പക്ഷേ അവിടെ എന്താ നടക്കുന്നത്? ഉടനെ ഈശ്വരനൊക്കെ എന്താണ്? അപ്പോ നമ്മുടെ ചതുർവേദ പുരാണാനി സർവ ഉപനിഷദസ്തത രാമായണം ഭാരതം ച ഗീത ദർശനാനി ച. നമുക്ക് എന്താ അറിയാം? ഗീത അറിയോ? ഓ, എൻ്റെ കുഞ്ഞമ്മയുടെ മോളാ ഗീത. ഓക്കെ. ചില ആൾ പറയും ഗീത മുഴുവനും അറിയാം. എങ്ങനെയാ? ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സാമവേദ യുത്സ അങ്ങനെ പറഞ്ഞിട്ട് എത്ര യോഗേശ്വര കൃഷ്ണോ എത്ര തത്വ, എനിക്ക് മുഴുവനും അറിയാം. ഇതാ സ്ഥിതി. കാരണം എന്താ? തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പോലും മതപാഠശാല നടത്താനൊക്കെയുള്ള അനുവാദം കൊടുക്കുന്നില്ല. നമ്മുടെ വീടുകളിലില്ല, നമ്മുടെ ക്ഷേത്രങ്ങളിലില്ല, നമ്മുടെ വിദ്യാലയങ്ങളിലില്ല. അതിനു വേണ്ടിയിട്ടാണ് വിശ്വ ഹിന്ദു പരിഷത്ത് നമ്മുടെ സംസ്കൃതിക്ക് വേണ്ടി പ്രയത്നിക്കുന്നത്. പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ രക്ഷ. രക്ഷ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ രക്ഷ ചെയ്യേണ്ടത്? ധനം, ധാന്യം, സംഖ്യ, വിദ്യാഭ്യാസം, എല്ലാ തരത്തിലുള്ള സമ്പത്തിനും രക്ഷിക്കേണ്ട കാരണമുണ്ട്. ഇന്ന് ആലോചിച്ച് നോക്ക്. അൺഎംപ്ലോയ്ഡ് യൂത്തിന്റെ ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ ഹിന്ദു യുവാക്കളാണ്. PSCയിൽ ആർക്ക് വേണമെങ്കിലും ഒരു സ്റ്റഡി നടത്താം. PhDക്ക് ഞാൻ ഒരു സബ്ജക്ട് പറഞ്ഞുതരാം. കേരള PSCയിൽ ജോലിയിൽ പരീക്ഷ എഴുതിയിട്ട് കാത്തിരിക്കുന്നവരിൽ എത്ര ശതമാനം ഹിന്ദുക്കളാണ്? 98% ഹിന്ദുക്കളായിരിക്കും. 4 റാങ്ക് ലിസ്റ്റ്, പക്ഷെ അപ്പോയിന്റ്മെന്റ് ബാക്ക് ഡോറിൽ കൂടെ. ഇതാ ഹിന്ദുവിന്റെ സ്ഥിതി. അതുകൊണ്ട് വിവാഹമില്ല. കേരളത്തില് വിവാഹമില്ലാത്തത് കൊണ്ടുണ്ടാകുന്ന വിഷയം എന്താ? ഹിന്ദുവിന്റെ ജനസംഖ്യ. ഞാൻ ധാരാളം ഈ വിഷയത്തിന് വേണ്ടി ഗൈനോക്കോളജിസ്റ്റിനോട് സംസാരിച്ചിട്ടുണ്ട്, പുരുഷന്മാരും സ്ത്രീകളുമായിട്ടുള്ള. നമ്മുടെ നാട്ടില് ഒരു 20 വർഷത്തിന് മുമ്പ് 3 പേര്, അതിനു മുമ്പ് 50 വർഷത്തിന് മുമ്പ് 4 പേര്, 5 പേര്, 7 പേര്, 12 പേര്. ഇപ്പോ ഒരു കുട്ടി പിറന്നാൽ മതി. കാരണം എന്തെന്നറിയോ? ഞാനൊരു വീട്ടിൽ പോയിരുന്നു. എനിക്ക് ഈ സംഭവം അനുഭവമൊക്കെ ഇങ്ങനെയൊക്കെ കിട്ടുന്നത്. എവിടെയാ പഠിക്കുന്ന ഒരു കുട്ടി? ചേട്ടാ അറിയോ? വർഷം 5 ലക്ഷം രൂപ ഫീസ്. ഏത് ക്ലാസ്സാ? LKG. LKGക്ക് 5 ലക്ഷം രൂപ. അടുത്തൊരു കുട്ടി പറഞ്ഞാൽ എന്ത് ചെയ്യും? വിശ്വ ഹിന്ദു പരിഷത്തിന് മാത്രമല്ല, സംഘത്തിന് വിദ്യാഭാരതിയുടെ സ്കൂളുകളുണ്ട്. ഞാൻ സ്ഥലത്തിന്റെ പേരൊന്നും പറയില്ല. കേരളത്തിൽ ഹിന്ദുക്കൾ ആയിരുന്നു ഭൂരിപക്ഷം. സർക്കാരിന്റെ എന്താ പറയാ, സർക്കാർ ശമ്പളം കൊടുക്കുന്ന സ്കൂളാണ്. ഇന്ന് 90% മുസ്ലിങ്ങളാണ് സ്കൂളിൽ പഠിക്കുന്നത്. എയ്ഡഡ് സ്കൂൾ. വിദ്യാഭാരതി സംഘപ്രസ്ഥാനം ആ സ്കൂൾ നടത്തണോ വേണ്ടെന്നാണ് ചിന്തന. കാരണം എന്താ? ആളില്ല. നമ്മളാളുകളല്ല ക്രിസ്ത്യാനികള് കോട്ടൺ ഹിൽസോ ആ ഹിൽസോ ഈ ഹിൽസോ സെന്റ് മേരീസോ ഒക്കെ അയച്ചു വിടും. ഇതാ സ്ഥിതി. നിങ്ങൾ എല്ലാ സ്ഥലത്തും പോയി നോക്ക്. ഗവൺമെന്റ് ആശുപത്രികൾ ഉപയോഗപ്പെടുത്തുന്ന ആരാ? ചോദിക്ക്. നമ്മളെല്ലാ ആളുകളും കുറച്ച് വയസ്സുണ്ടെങ്കിൽ ഡെലിവറി ആണെങ്കിൽ അത് പ്രൈവറ്റ് ആശുപത്രി. ഗവൺമെന്റ് ആശുപത്രി ആരെങ്കിലും പോവോ? ഗവൺമെന്റ് സ്കൂളിൽ പഠിപ്പിക്കുവോ? അങ്ങനെ പഠിപ്പിക്കുകയാണെങ്കിൽ നിന്നെ നീ ഗൃഹസ്ഥാശ്രമത്തിൽ പോകുന്നു പറയും. അപ്പൊ പ്രൊട്ടക്ഷൻ ഓഫ് ദി ഹിന്ദു ധർമ്മ, ഹിന്ദു എക്കണോമിക്സ്, ഹിന്ദുവിന്റെ സാമ്പത്തികം, ഹിന്ദുവിന്റെ വ്യാപാരം. വൈശ്യ സമൂഹം എന്നൊരു സമൂഹം ഉണ്ടായിരുന്നു, എല്ലാ തരത്തിലുള്ള ബിസിനസ് നടത്തിയിട്ടുള്ളത്. ഇന്ന് എവിടെ തിരിഞ്ഞങ്ങ് നോക്കിയാലും എന്താ നടക്കുന്നത്? ഇപ്പൊ പേടിഎം ആണ്. ബംഗളൂർ അയ്യങ്കാർ ബേക്കറി 20 രൂപയ്ക്ക് എന്തെങ്കിലും സ്വീറ്റ് വാങ്ങിച്ചിട്ട് പേടിഎം അടിച്ചാലേ വരുന്ന പേരെന്തെന്നറിയോ? അബ്ദുൾ അസീസ്. ഞാൻ ബംഗളൂരിലൊരു ഒരു ആട്ടോയിൽ കയറിയിട്ട് അവസാനം എൻ്റെ കയ്യിൽ പേടിഎം കിട്ടിയൊന്നുമില്ല. എൻ്റെ കൂടെ ഇരുന്ന ആള് എഴുതിയിരിക്കുകയാണ് ശിവായ നമഃ. പേടിഎം അടിച്ചാൽ വരുന്ന പേര് ഹക്കിം. ഇവിടെ കൃഷ്ണന്റെ പേരിലൊക്കെ എന്തുണ്ടാവില്ല, ആരാ നടത്തുന്നത് നിങ്ങൾക്കൊക്കെ അറിയാം. ചിദംബരത്തിൽ പോയാലെ കൊണ്ട് എല്ലാത്തിനും പേര് നടരാജന്റെ പേരാണ്. പക്ഷെ ഓണേഴ്സ് എല്ലാം മുസ്ലിംസ്.
അപ്പോ ലക്ഷ്മിയെ പൂജ ചെയ്ത് സമൂഹം ഇന്ന് നിഷ്ക്രിയരായിട്ടിരിക്കുകയാണ്. ധനം, ധാന്യം, പശും, ബഹുപുത്രലാഭം. ഹിന്ദുവിന് സമ്പത്ത് എന്നുള്ളത് ആവശ്യമാണ്. ഒരു മുസ്ലിം പയ്യൻ അമ്മയോട് ചോദിക്കുകയാണ്, അമ്മ ഞാൻ നിസ്കാരം ചെയ്യാൻ പോവാണ്, പോയിട്ട് വാടാ, പള്ളിക്ക് പോകും. ഒരു ക്രിസ്ത്യാനി അമ്മയോട് ചോദിക്കുകയാണ്, അമ്മ ഞാൻ ചർച്ചിൽ പോവാണ്, പ്രയർ ചെയ്യാം, പോയിട്ട് വാടാ. ഒരു ഹിന്ദു പോയിട്ട്, അമ്മ ഞാൻ അമ്പലത്തിൽ പോവാണ്, ഗുരുവായൂരിലേക്ക്, പോയിട്ട് വാടാ. ഗുരുവായൂർ വേണ്ട, ഒരു ക്ഷേത്രത്തിൽ. അമ്മ ഒരു 300 രൂപ കൊടുക്ക്. എന്തിനാടാ 300 രൂപ? അർച്ചന, രസീത്, തട്ടം, അത് ഇത്. അച്ഛനോട് പോയി ചോദിക്കേ. അച്ഛൻ അങ്ങനെ ഇരുന്നുകൊണ്ട് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുക. അച്ഛൻ ഞാൻ ക്ഷേത്രത്തിൽ പോകും, പോയിട്ട് വാ, ഒരു 300 രൂപ കൊടുക്കുക. എന്തിന്? ഇതൊക്കെ പറഞ്ഞു. ഒരു അച്ഛൻ എന്താ പറയും? ഹിന്ദു അച്ഛൻ എന്താ പറയും? നിങ്ങൾ പറയും 300 രൂപ കൊടുക്കോ 500 രൂപ കൊടുക്കോ? എന്തായിരിക്കും ഉത്തരം കിട്ടുക? നീ ക്ഷേത്രത്തിൽ പോകേണ്ട ഒരിടത്തുമുണ്ട്, അവിടെ ഇരുന്നിട്ട് മൊബൈൽ എടുത്ത് നോക്ക്. അതായത് ഹിന്ദുവിന്റെ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അവന് സമ്പത്തുണ്ടാകണം. അതുകൊണ്ടാണ് ലോകത്തിന്റെ മുന്നിൽ ഭാരതം ലോകത്തിലുള്ള എല്ലാ തരത്തിലുള്ള സമ്പത്തും ഉണ്ടായിരുന്നു. നചികേതന്റെ കഥ വരുമ്പോൾ യജ്ഞം നടത്തിയിട്ട് ദാനം നമ്മുടെ സമ്പത്തിന്റെ ഒരു വിഭവമായിരുന്നു. എത്രയെത്ര യാഗങ്ങൾ, രാജസൂയ യാഗം, അശ്വമേധ യാഗം, എല്ലാ യാഗങ്ങളിലും അവസാനം നടക്കുന്നത് ദാനമാണ്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും സമ്പാദിക്കും. പക്ഷെ ഇന്ന് നമ്മൾ കടത്തിന്റെ വക്കിലാണ് ഓരോരുത്തരും. അതുകൊണ്ട് ആത്മഹത്യകളാണ് കൂടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ പ്രൊട്ടക്ഷൻ, ഈ സമാജത്തിനെ രക്ഷിക്കണമെങ്കിൽ ഒരു സംഘടനയോ ഒരാളോ സാധിക്കുകയില്ല, എല്ലാവരും ചേർന്ന് വരണം. മൂന്നാമത്തത് പ്രൊപ്പഗേൻഡിങ്. നമ്മുടെ ഹിന്ദു ധർമ്മത്തിനെ കുറിച്ച് പഠിപ്പിക്കേണ്ടത് നമ്മുടെ ഹിന്ദുക്കൾക്കാണ്. അവർക്ക് ആത്മവിശ്വാസം കൊടുക്കേണ്ടതുണ്ട്. നിങ്ങൾ എത്ര ഈശ്വരനാവുള്ളേ? 30 മുക്കോടി. അതെന്താണെന്ന് അർത്ഥമൊന്നും പറയില്ല. അത് ദ്വാദശ രുദ്രര്, അതൊന്നും അറിയില്ല. 30 മുക്കോടി. നമുക്കറിയാം, ബ്രഹ്മം മൊക്കട്ടെ, പരബ്രഹ്മം മൊക്കട്ടെ. വിശ്വ ഹിന്ദു പരിഷത്തിന്റെ പ്രാർത്ഥനയുണ്ട്, ശൈവായ മീശം ശിവയിത്യോജൻ എം വൈഷ്ണവ വിഷ്ണു ജനസ്തിവന്തി. അങ്ങനെയൊക്കെ വന്ന് സ ഏകയേവ, എല്ലാ ഒന്നിന്റെ രൂപങ്ങളാണ്. സിദ്ധാന്തങ്ങൾ ഏരാളം, സിദ്ധர்களுமே എണ്ണറ്റോർ, എതിനും അനൈത്ത് ഒൻറായി ഇണൈന്ത എല്ലാം ഒன்றേ, എല്ലാം ഒന്നാ. ഈ അദ്വൈത സിദ്ധാന്തം പറഞ്ഞു കൊടുക്കാനെ കൊണ്ട് ചേരികളിലേക്കും പാവപ്പെട്ടവന്റെ വീട്ടിലേക്കും കുടിലുകളിലേക്കും മലപ്രദേശങ്ങളിലേക്കും ആ സ്ഥലങ്ങളിലേക്ക് പോകണമെന്ന് പറഞ്ഞ വിവേകാനന്ദ സ്വാമി ആത്മനോ മോക്ഷാർത്ഥം ജഗത് ഹിതായ എന്ന് പറയുമ്പോൾ ജഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഹിന്ദു സമാജം എല്ലാം കൊടുത്തു. അങ്ങനെ കൊടുത്തത് കൊണ്ടാണ് എത്രയെത്ര യുഗങ്ങളായിട്ട് വൈവശ്വതമന്നൊരേ ശ്വേതവരാഗ കൽപ്പേ ഒക്കെ പറയാനെ കൊണ്ടുള്ള ഒരു സങ്കല്പത്തില് ഈ തരത്തിലുള്ള ഒരു ഭാരതീയ സംസ്കൃതി ഈ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ചിന്ത എന്താണ്? ഗുരുവും വായുവും ചേർന്ന്, അതായത് ബൃഹസ്പതിയും വായുദേവനും ചേർന്ന് എന്ന് പ്രതിഷ്ഠ ചെയ്തു ഈ വിഗ്രഹത്തെ. ആ വിഗ്രഹത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോ ആ കാലം മുതൽ ഇന്ന് വരെ എത്ര ലക്ഷക്കണക്കായ കോടിക്കണക്കായ ആളുകൾ ഇവിടെ വന്ന് നമസ്കരിച്ച് പ്രദക്ഷിണം ചെയ്ത് അംഗപ്രദക്ഷിണം ചെയ്ത് പ്രസാദം കഴിച്ച് പഞ്ചസാര വായിച്ച് നെയ്യ് കഴിച്ച് ആ ഗുരുവായൂർ കേശവനെ കണ്ട ആ അനുഭൂതി നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകുന്നുണ്ടോ? അപ്പോൾ മാത്രമേ നിങ്ങൾ ഈ ഗുരുവായൂർ ദർശനം കഴിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലുണ്ടാകുള്ളൂ. ഇല്ല, ഏതോ വന്നു ഓടി പോയി, അത്രേ ഉള്ളൂ. ഒരമ്മ ഒരു യൂട്യൂബിൽ ഇട്ടിരിക്കുക, ഞാനിനി ഗുരുവായൂരേക്ക് പോയില്ല. കാരണം എന്താ? അവിടെ ഭയങ്കരമായിട്ട് തിരക്കാ. എന്ത് ചെയ്യാനാ? അപ്പൊ വിശ്വ ഹിന്ദു പരിഷത്ത് ഈ ഹിന്ദു സമാജത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനവും ചെയ്യുമ്പോൾ അതോട് ചേർന്ന് നമുക്ക് ചെയ്യേണ്ടത് ഒരു വിഷയം എന്താ? ഹിന്ദുവിന്റെ സമൂഹത്തിലുണ്ടായിരിക്കുന്ന മാറ്റം, കാലദേശ പരിസ്ഥിതി. സ്വാമിജി പറഞ്ഞു, ന ഹിന്ദു പതിതോ ഭവേ മമ ദീക്ഷ ഹിന്ദു രക്ഷ മമ മന്ത്ര സമാനത. എല്ലാത്തിലും ഭഗവാനെ കണ്ട ഒരു സമൂഹം. കാലദേശത്തിന്റെ കാരണം കൊണ്ട് പല കാലങ്ങളുടെ ഒരു കാലം ഉണ്ടാവുമല്ലോ, അതുകൊണ്ടുണ്ടായ മാറ്റം വിശ്വ ഹിന്ദു പരിഷത്ത്. അതുകൊണ്ട് ജാതീയതയെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ ഒരു വലിയ പ്രശ്നം വന്ന് നിൽക്കുക. മതം മാറിയവർക്ക് അവർക്ക് റിസർവേഷൻ വേണം. എന്തിനാ മതം മാറിപ്പോയത്? ഹിന്ദു സമൂഹത്തില് അസ്പൃശ്യതയുണ്ട്, നിങ്ങൾ ക്രിസ്ത്യാനികളായി വന്നാൽ നിങ്ങൾക്ക് സമാനതയാണെന്ന് പറഞ്ഞു പോയവര് ഇന്ന് അവശ്യ ക്രിസ്ത്യാനികളാണ്. അവർക്ക് ജാതിയൊക്കെ വെച്ചിട്ടുണ്ട്, എല്ലാം വെച്ചിട്ട് അവർക്ക് പെൻഷൻ വേണം. ഇതിനെ എതിർത്ത് 20 വർഷങ്ങൾക്ക് മുമ്പ് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ കേരള അധ്യക്ഷനായിരുന്ന മദനൻ സാർ കേസ് കൊടുത്തു, സുപ്രീം കോടതിയിൽ പോയി.
അതിനൊരു 4 അംഗ കമ്മീഷൻ വന്നിരുന്നു, ബാലകൃഷ്ണ കമ്മീഷൻ. വിശ്വ ഹിന്ദു പരിഷത്ത് ഇന്നും അതിനു വേണ്ടിയിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു സമൂഹ സംഘടന അതിനുവേണ്ടി പ്രവർത്തിച്ചോ? അപ്പോ ഭാരതദേശം മുഴുവനും ഈ ജാതീയതയുടെ പേരിൽ അസ്പൃശ്യത ഒരു കാലത്തുണ്ടായിരുന്നു, ഇന്നുണ്ടോ? അവിടെയുണ്ട്. കുറെ കാലത്തിന് മുമ്പ് വിവാഹത്തിലായിരുന്നു, അതുമില്ല. നോക്കിയ കമ്പനിയാണെങ്കിൽ അണ്ണനും നോക്കിയാൽ അവനും നോക്കിയാൽ. ഇത് കമ്പരാമായണത്തിലൊരു വരിക. രാമനും സീതയും കാണുന്നത് അയോധ്യയിലേക്ക് വിശ്വാമിത്രനോട് പോകുമ്പോൾ അണ്ണലും നോക്കിയില്ലാന്നാണ്. അതായത് രാമൻ നോക്കി സീതയും കണ്ടു. അതിന് തമാശയിൽ പറയാണ്, നോക്കിയ ഫോൺ വന്നില്ലേ, ഇപ്പൊ നോക്കിയയിലാണ് എല്ലാം നടക്കുന്നത്. അതുകൊണ്ട് ഇന്ന് അതിനില്ല. എൻ്റെ അടുത്ത് ധാരാളം ആളുകൾ വരുന്നുണ്ട്, എൻ്റെ മക്കൾക്ക് വിവാഹം വന്നില്ല, എവിടെയെങ്കിലും നല്ലൊരു ഹിന്ദു പെൺകുട്ടിയോ പയ്യനോ കിട്ടുമെന്ന്. അപ്പൊ ഈ കുടുംബങ്ങളുടെ വ്യവസ്ഥ, അപ്പൊ അതിനു വേണ്ടിയിട്ട് വിശ്വ ഹിന്ദു പരിഷത്ത്, സാമാജിക് സമരസത. ഇന്ന് അതേപോലത്തെ വിഷയം ബംഗ്ലാദേശിന്റെ വിഷയം വന്നു. ബംഗ്ലാദേശിന്റെ വിഷയം വരുമ്പോൾ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ അഖിലേന്ത്യാ അധ്യക്ഷൻ സമ്മാനനീയ അഡ്വക്കേറ്റ് അലോക് കുമാർജി, അതേപോലെ ജനറൽ സെക്രട്ടറി ബാഗ്രാജി, ബജ്രംഗൽ ബാഗ്രാജി, ഹോം മിനിസ്റ്ററെ കണ്ടിരുന്നു. എല്ലാ വിഷയങ്ങളും വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട്. അവിടെ നടക്കുന്നവർക്ക് എന്തൊക്കെ ചെയ്യേണ്ടതുണ്ട്. അവസാനം പറയും, നിങ്ങൾ CAA വന്നപ്പോൾ ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ എന്നത് അടിച്ചു വരട്ടപ്പെടുന്ന ഹിന്ദുക്കൾക്ക്, ക്രിസ്ത്യാനികൾക്ക്, മുസ്ലിം, സിഖുകാർക്ക്, ബൗദ്ധന്മാർക്ക് രക്ഷണം ചെയ്യണമെന്ന് പറഞ്ഞപ്പോ അതിനെ എതിർത്ത ക്രിസ്ത്യാനികൾ ഇപ്പൊ എന്താ പറയണത്? സിഖുകാർ എന്താ പറയണത്? ബുദ്ധിസ്റ്റ് എന്താ പറയണത്? ട്രാക്ടറിനെ കൊണ്ടുവന്ന് സ്വാതന്ത്ര്യ ദിനത്തിന്റെ അന്ന് ഡൽഹിയിൽ എന്താ പ്രകടനം നടത്തിയത്? ഇന്ന് അവിടെ ഗുരുദ്വാരകളത്തെ ചുട്ട് തീക്കരിക്കുമ്പോൾ എവിടെ പോയി നിങ്ങൾ ആ ശൗര്യം? ഇപ്പോൾ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതാക്കൾ പറഞ്ഞു, ഒന്നുമില്ലെങ്കിലും മനുഷ്യത്വത്തിന്റെ അടിസ്ഥാനത്തിൽ ബാർഡറിൽ വന്നിരിക്കുന്നവർക്ക് തങ്ങാനും ഭക്ഷണത്തിനും എന്തെങ്കിലും ഏർപ്പാട് ചെയ്യും. ഇന്ത്യ കൂട്ടണിക്ക് അവർക്ക് വേണ്ടത് എന്താ? ലോകം മുഴുവനും ഇന്ന് വലിയ ഒരു വിശാലമായിട്ടുള്ള ഒരു വികസിത രാജ്യമായിട്ട് വരുന്ന ഭാരതം. സ്വാതന്ത്ര്യ ദിനത്തിലാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകത്തിൽ ആർക്ക് എന്നും ദേശഭക്തി വരുമില്ല. ഒരു ദിവസം ദേശീയ പതാക ഏറ്റും, എല്ലാവർക്കും മുട്ടായി കൊടുക്കും. ശ്രീലങ്ക പ്രൈം മിനിസ്റ്റർ വീട് കൊള്ളയടിച്ചു. മാലദ്വീപ് പോയി. പാകിസ്ഥാൻ എന്നോ ഇല്ലാതായി. അഫ്ഗാനിസ്ഥാൻ താലിബാന്റെ കയ്യിൽ, നേപ്പാളത്തിന് ചൈന വന്ന് കമ്മ്യൂണിസ്റ്റുകാരന്റെ കയ്യിൽ, ബംഗ്ലാദേശിന്റെ സ്ഥിതി, ബർമയുടെ സ്ഥിതി. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഭാരതത്തിനെ ഇല്ലാതാക്കണമെന്ന് പറഞ്ഞ് പ്രവർത്തിക്കുന്ന വൈദേശിക ശക്തികളുടെ എച്ചിൽ നക്കിക്കൊണ്ട് ഇവിടുത്തെ പല രാഷ്ട്രീയ പാർട്ടികൾ ഈ ഭാരത അമ്പയെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇന്നൊരു വാട്സപ്പ് ന്യൂസ് കണ്ടു. ബ്രിട്ടനില് രാഹുൽ ഗാന്ധി തൻ്റെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ അദ്ദേഹത്തിന്റെ അവിടുത്തെ സ്വത്ത് വരുമാനം വച്ചിരിക്കുന്ന ഒരു റെക്കോർഡ്. ഇതിന്റെ അർത്ഥം എന്താ? ഇംഗ്ലണ്ടില് ടാക്സിന്റെ കിട്ടണമെങ്കിൽ അദ്ദേഹം അവിടുത്തെ സിറ്റിസൺ എന്നല്ലേ അർത്ഥം. എന്തേ മിണ്ടാതിരിക്കുന്നത്? കാരണം എന്തോന്നറിയില്ല. നമുക്കറിയണം ഇതിന്റെ വിഷയം. അതുകൊണ്ട് വിശ്വ ഹിന്ദു പരിഷത്ത് ലോകം മുഴുവനുള്ള ഹിന്ദുക്കളെ ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ. കേരളത്തിന്റെ സ്ഥിതി അങ്ങോട്ടേക്ക് കടക്കുന്നില്ല. 1951 ശബരിമല തീവച്ചു. ആ കാലഘട്ടത്തില് ഹിന്ദു മഹാമണ്ഡലം എന്നൊരു പ്രസ്ഥാനത്തിനെ ഉണ്ടാക്കി. അന്ന് വിശ്വ ഹിന്ദു പരിഷത്തില്ല. കേരളത്തിൽ RSS അങ്ങനെ വന്നതേ ഉള്ളൂ. പി പരമേശ്വരജിയും പി മാധവജിയും അവരുടെ ജീവിതത്തിൽ ആ ഹിന്ദു മഹാമണ്ഡലത്തിന്റെ മീറ്റിങ്ങിൽ പോയി ആരും അറിയാത്തവരായിട്ട് കാഴ്ചക്കാരായിരുന്നു. പക്ഷേ 50 വർഷം കഴിഞ്ഞപ്പോൾ ആ 2 മഹാരഥന്മാരുണ്ടാക്കിയ സംഘടന ഇന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് മാർഗദർശനം നൽകുന്ന സംഘടനയാണ്. നമ്മൾ ആചരിക്കുന്ന ഈ രാമായണ മാസം വരാൻ കാരണം അവരായിരുന്നു. തന്ത്രവിദ്യാപീഠം ഉണ്ടാക്കിയത് അതാണ്, വിചാരകേന്ദ്രം ഉണ്ടാക്കി. അപ്പോ ഈ ഭാരതത്തിൽ, കേരളത്തില് ഒരു നവോത്ഥാനം ഉണ്ടാകണമെങ്കിൽ കാലഘട്ടത്തിനുള്ള ആവശ്യമായിട്ടുള്ള സമയം വേണം. എന്നെ അധികം നീട്ടുന്നില്ല. അധർമ്മം തലകേറിയപ്പോ ഭൂമാദേവി, ഗോമാതാവ്, സന്യാസികള്, സപ്തർഷികള് എല്ലാരും ചേർന്ന് വിഷ്ണുവിനെ കാണാൻ പോയി. വിഷ്ണുവിനെ കാണാൻ പോയപ്പോ വൈകുണ്ഠത്തിൽ പോയി, ഈ അന്യായമൊക്കെ നടക്കുകയാണ്, അതുകൊണ്ട് എനിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് പറയും. ഈ ഭൂമിക്ക് വേണ്ടുമ്പോ
രാമൻ പറഞ്ഞു, ഭഗവാൻ നാരായണൻ പറഞ്ഞു, ഞാൻ അവതാരമെടുത്ത് വരികയാണ്, ഞാൻ ദശരഥന്റെ കൗസല്യയുടെ മകനായി ജനിക്കും. പക്ഷേ ഈ ദേവന്മാരൊക്കെ ചുമ്മാ അവിടെ ഇരുന്നാൽ പറ്റത്തില്ല. ദേവന്മാരെല്ലാം ചുമ്മാ ഇരുന്നാൽ പറ്റത്തില്ല. നിങ്ങൾ രാമായണം നോക്കിയാൽ രാമന്റെ കൂടെ എല്ലാവരും ദേവലോകം മുഴുക്ക കാലി ചെയ്തിട്ടാണ് വന്നത്. മത്സ്യക്കൂർമ്മ വരാഹ നരസിംഹ വാമന പരശുരാമ വരയ്ക്കും ധർമ്മത്തിനെ രക്ഷിച്ചത് ഭഗവാൻ. ശ്രീരാമാവതാരത്തിലെ എല്ലാവരെയും ചേർത്ത് രക്ഷിച്ചു. ശ്രീകൃഷ്ണ അവതാരം വന്നു, സാക്ഷിയായിരുന്നുകൊണ്ട് പാണ്ഡവരെ വെച്ചുകൊണ്ട് ധർമ്മത്തിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിച്ചു. യുദ്ധം ചെയ്യാൻ വേണ്ടി പാണ്ഡവരെ പ്രവർത്തിപ്പിച്ചു. അപ്പോൾ 7 അവതാരം അദ്ദേഹം ചെയ്തു, 8 അവതാരം എല്ലാവരെയും ചേർത്ത് ചെയ്തു, 9 അവതാരത്തിൽ സാക്ഷിയായിരുന്നിട്ട് മറ്റവരെ വെച്ച് ചെയ്തു. അതുകൊണ്ട് ഒരു അനാലിസിസ്, 10ാമത് അവതാരം ആരൊക്കെയാണോ ഈ ധർമ്മത്തിനെ ചെയ്യുന്നത് അവരുടെ മുന്നിൽ ഭഗവാൻ വരും. അനന്യ ചിന്തയന്തോമ യേജനാ പരിയുപാസതേ തേഷാ നിത്യാഭിയുക്താനാം യോഗക്ഷേമം. ആ കാര്യം ചെയ്യുന്നവന് മുമ്പിൽ ഭഗവാൻ വന്നു നിൽക്കണമെന്ന് മാത്രമല്ല, അതിനു വേണ്ടിയിട്ട് ഭഗവാൻ ശക്തി കൊടുക്കും. അതുകൊണ്ട് കൃഷ്ണജന്മജാതിയിൽ ആരംഭിച്ച വിശ്വഹിന്ദു പരിഷത്ത് കൃഷ്ണന്റെ രീതിയാണ് നമ്മൾ അവതാനിപ്പിക്കുന്നത്. ഒരേ ഒരു ഉദാഹരണം പറഞ്ഞ് ഞാൻ നിർത്താൻ പോകണം. വിഷയം എന്താ? മഹാഭാരത യുദ്ധത്തിൽ ധർമ്മത്തിനെ കുറിച്ച് പറഞ്ഞു. നിരായുധപാണിയായിരിക്കുമ്പോ രഥം മണ്ണിൽ പുതഞ്ഞ സമയത്ത് അർജുനൻ അമ്പെടുത്ത് നിൽക്കുമ്പോൾ പറഞ്ഞു, കർണൻ പറയാണ്, അർജുന ഞാനിപ്പോ നിരായുധപാണിയാണ്, നീ അമ്പയക്കരുതെന്ന്. ഇയാൾ അങ്ങനെ ഇട്ടിട്ട് കുറച്ച് റെസ്റ്റ് എടുത്തു. കൃഷ്ണൻ പറഞ്ഞു അമ്പയക്കുന്നു. എന്നാ കർണ? അപ്പൊ കൃഷ്ണൻ 4 ചോദ്യം ചോദിച്ചു. അടേ കർണ, നീ അരക്കിറ്റത്തിൽ പാണ്ഡവരെല്ലാം തീ കൊളുത്തിയപ്പോ നീ ഇപ്പം പറയുന്ന ധർമ്മം എവിടെയാ പോയത്? പാഞ്ചാലിയെ വർഷാക്ഷേപം ചെയ്ത സമയത്ത് അന്ന് നിന്റെ ഈ ധർമ്മം എവിടെയാ പോയത്? എല്ലാ മഹാരഥന്മാരും ചേർന്ന് അഭിമന്യുവിനെ നിങ്ങൾ കൊന്നില്ലേ ചക്രവ്യൂഹത്തിലിട്ട്? അന്ന് നിന്റെ ഈ ധർമ്മം എവിടെ പോയി? ആരൊരുത്തനാണോ ഇതൊക്കെ ചെയ്യാത്തത് അവരെ നീ കാണേണ്ട കാര്യമില്ല. ഇന്ന് വിശ്വഹിന്ദു പരിഷത്ത് പറയുന്ന ഹിന്ദു സനാതന ഹിന്ദു ധർമ്മത്തിനെ രക്ഷിക്കണമെങ്കിൽ എതിർത്ത് നിൽക്കുന്നത് ആരാണെന്ന് നോക്കരുത്. ധർമ്മത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാകണം. അതിനുള്ള കാൽവയ്പില് സ്വാമിജി പറഞ്ഞു 60-ാം വർഷം ഒരു അവസ്ഥയാണെന്ന്. ഞാൻ അതിനെയാണ് സയന്റിഫിക്കലി പറഞ്ഞത്, ലക്ഷ്യത്തിലേക്ക് പോകുന്ന ഒരു തള്ളലാണ്. ഓർബിറ്റ് താണ്ടിയതിനു ശേഷം അത് ലക്ഷ്യത്തിലേക്ക് എത്തും. ആ ഓർബിറ്റിൽ വിശ്വഹിന്ദു പരിഷത്തിന്റെ പ്രവർത്തനം 30 വർഷം സംഘർഷാത്മകമായ പരിവർത്തനം, അതിൽ രാമജന്മഭൂമി വിജയം. ഇതേപോലെ വിശ്വഹിന്ദു പരിഷത്തിന്റെ അഖില ഭാരത ബൈഠക്കുകളിൽ കേരളത്തിലെ നിലയ്ക്കലിലുണ്ടായ സംഭവം, മാറാട് സംഭവം, എല്ലാത്തിനും വേണ്ടി നാട് മുഴുവനും പ്രക്ഷോഭം നടത്തിയതിൽ സഹായം ചെയ്തത്, ഇങ്ങനെ ധാരാളം വിഷയങ്ങളുണ്ട്. ആ വിശ്വഹിന്ദു പരിഷത്ത് സംഘടനയിൽ നമ്മളെല്ലാവരും ചേർന്ന് ആധ്യാത്മികതയിലൂടെ നവകേരള സൃഷ്ടി നടക്കണമെങ്കിൽ ശങ്കരനും നാരായണ ഗുരുദേവനും എല്ലാ ആചാര്യന്മാരും നമുക്ക് പറഞ്ഞു തന്ന വഴിയിൽ നമ്മളത് പാലിക്കാൻ ഈ ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിൽ നമ്മൾ ഒന്നിച്ചു ചേരുമ്പോൾ ഈ വിഷയങ്ങളെല്ലാം ചിന്തിച്ചുകൊണ്ട് നമുക്ക് പ്രവർത്തിക്കാൻ സാക്ഷാൽ കൃഷ്ണ പരമാത്മാവ്, സാക്ഷാൽ വാസുദേവൻ നമുക്ക് എല്ലാവർക്കും ശക്തി പകരട്ടെ. എന്നുള്ള പ്രാർത്ഥനയോട് വിശ്വഹിന്ദു പരിഷത്തിന്റെ കേരളം മുഴുവനുമല്ല നാട് മുഴുവനും നടക്കുന്ന 60-ാം വർഷ ഷഷ്ടിപൂർത്തിയുടെ ആരംഭ ഉത്സവങ്ങൾ എന്നുള്ള രീതിയിൽ കേരളത്തിൻ്റെ ഉത്സവം നമ്മളിവിടെ ആരംഭിച്ചിരിക്കുകയാണ്. ഇനി താലൂക്ക് തലത്തിൽ, നഗരസഭകളുടെ തലത്തിൽ, എല്ലാ സ്ഥലത്തിലും വരുന്ന ഒരു 15-20 ദിവസങ്ങളിൽ ഈ ഉത്സവങ്ങൾ നടക്കും. എല്ലാ സ്ഥലത്തും ഈ വിഷയങ്ങൾ നമ്മൾ ജനങ്ങളോട് പ്രതിപാദിക്കണം. ബംഗ്ലാദേശിൽ നടക്കുന്ന വിഷയം നടക്കാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് സമൂഹത്തിൽ സമ്പർക്കം ചെയ്യണം. ജാതി സെൻസസ് അനുസരിച്ചുള്ള മതവിവേചനത്തിനനുസരിച്ചുള്ള റിസർവേഷൻ കൊടുക്കരുത്. ഇങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത് സമൂഹത്തിലേക്ക് എത്തേണ്ടതുണ്ട്. അതുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്ന നമ്മളെല്ലാം പ്രവർത്തരാകുക, അതുകൊണ്ട് നമ്മൾ കർമ്മനിരതരാകുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന പൂജ്യ സ്വാമിമാർക്കെല്ലാം എൻ്റെ സാഷ്ടാംഗ നമസ്കാരം പറഞ്ഞ്, ഞാൻ പറഞ്ഞ വാക്കുകളിൽ മലയാളം ശരിക്ക് ചിലപ്പോൾ വന്നായിരിക്കില്ല, എന്നാലും എന്തെങ്കിലും തെറ്റുകിഴകളുണ്ടെങ്കിൽ അത് ക്ഷമിക്കണേ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.